ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്ലാൻ ഹണ്ടിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഓൾമോസ്റ്റ് എല്ലാവരും അവരുടെ യൂട്യൂബ് ചാനൽ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ പ്ലാൻ ഹണ്ടിങ്ങിനായിട്ട് പോവാണ്. സോ ഏതൊക്കെ വെറൈറ്റീസ് ആണ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. സോ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മണി പ്ലാന്റ് ആണ് കണ്ടത്. വലിയ ലീഫിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇവിടെ ഒരുപാടുണ്ടായിരുന്നു. ഒരു ചെറിയ തോടും, അത് ശരിക്കും അങ്ങോട്ട് കടന്നു പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ നമുക്ക് പറ്റുന്ന സൈഡിൽ നിൽക്കുന്ന കുറച്ചൊക്കെ പറിച്ചെടുത്തു. നല്ല വലിയ ലീഫിൻ്റെ ആയിരുന്നു അവിടെ നിന്നിരുന്നത്. പിന്നെ ഇത് അത്യാവശ്യം നല്ല ലീഫായതുകൊണ്ട് അത്ര ഭംഗിയില്ല, എങ്കിലും അതിങ്ങനെ ഒരുപാട് നിൽക്കുന്നതാണ് നല്ലൊരു ഭംഗിയാണ്. പിന്നെ ചെറിയ ലീഫിൻ്റെ അവിടെ നിന്ന് കുറച്ചൊക്കെ നമ്മൾ മാക്സിമം പറ്റുന്നത്രയൊക്കെ പറിച്ചെടുത്തു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നൊക്കെ നമ്മളിങ്ങനെ ഒരു റോഡ് സൈഡിലൂടെയാണ് കേട്ടോ നടന്ന് വന്നത്. പിന്നെ ഒരു കാട്ടിലേക്ക് കയറാനായിരുന്നു വിചാരിച്ചത്. അങ്ങനെ വന്നപ്പോൾ ഒരു അടിപൊളി പോണ്ട് കണ്ട്, ഒരു കിടു പ്ലേസാണ്. നല്ല ആംബിയൻസും എന്താ പറയുക, ഒരു ട്രിപ്പ് വന്നൊരു ഫീല്, നല്ല കാറ്റും അതാ നല്ലതുപോലെ ഉണ്ടായിരുന്നു. ശരിക്കും നന്നായിട്ട് പ്ലാൻ ഹണ്ടിങ് വന്നായിട്ട് തോന്നിയില്ല, വേറൊരു ലെവലായിരുന്നു. അടിപൊളി സൂപ്പറായിരുന്നു. പിന്നെ നമ്മളുടെ സെക്കൻഡ് വെറൈറ്റി എന്ന് പറയുന്നത് ഒരു സിങ്കോണിയത്തിനൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ. ഒരു എന്താ പറയുക, നോർമൽ സിങ്കോണിയ അല്ല, ഒരു ഇച്ചിരി ഡാർക്ക് ഗ്രീൻ കളറായിരുന്നു. വീഡിയോയിലൂടെ ഭയങ്കര ഡാർക്കായിട്ട് തോന്നും. അവിടെ സിങ്കോണിയത്തിൻ്റെ 2 വെറൈറ്റി ഞാൻ കണ്ടു കേട്ടോ. 2 കളേഴ്സിൽ എനിക്ക് കിട്ടി. എനിക്കിഷ്ടപ്പെട്ടു. നല്ലൊരു നമ്മൾ ഒരുപാട് അങ്ങ് കാണാത്തൊരു വെറൈറ്റി ആയിരുന്നു. ഇതിങ്ങനെ ബുഷ് പോലെ നിൽക്കുന്നല്ല, ഇങ്ങനെ മരത്തിലൂടെ ഒക്കെ കയറിയതായിരുന്നു. അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും പറിച്ചില്ല, നമുക്ക് വേണ്ടത് അങ്ങനെ നമ്മൾ പറിച്ചെടുത്തു. അങ്ങനെ നമുക്ക് തേർഡ് കിട്ടിയത് ഹെമിഗ്രാഫീസ് ഓൾട്ടർനേറ്റ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ മുറിവ് ഉണക്കാനൊക്കെ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. വൂണ്ട് ഹീലിംഗ് പ്ലാന്റ് എന്നൊക്കെ ഇതിന് പറയും. അങ്ങനെ ഈ ഒരു പ്ലാന്റ് നമ്മൾ പറിച്ചെടുത്തു. പിന്നെ നമ്മളിങ്ങനെ നടന്ന് പോയി. അങ്ങനെ നമ്മൾ നമ്മുടെ കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടത് ഒരുപാട് ഫേൺ ഉണ്ടായിരുന്നു. ബട്ട് നമ്മൾ ഫസ്റ്റ് പറിച്ചത് ബിഗോണിയയുടെ ഒരു വെറൈറ്റിയിൽപ്പെട്ടൊരു പ്ലാന്റ് ആയിരുന്നു. അത് കറക്റ്റ് നെയിം എനിക്കറിയില്ല, ബിഗോണിയത്തിൻ്റെ വെറൈറ്റിയിലുള്ളതാണെന്ന് എനിക്കറിയാം. അത് പറിച്ചു. പിന്നെ നമ്മൾ ഫേൺ പറിച്ചെടുത്തു. ഫേൺ ഇങ്ങനെ ഒരുപാട് നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. നമ്മുടെ പോട്ടിലൊക്കെ പോട്ട് ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ്. ഒരുപാട് ഇങ്ങനെ നിൽക്കുന്നതാണ്, അതങ്ങനെ പറിച്ചെടുത്തു. അങ്ങനെ ഞങ്ങളങ്ങനെ ഡെസ്റ്റിനേഷനുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 2 പട്ടികൾ കിടന്ന് ഭയങ്കരമായിട്ട് അവർ ഇങ്ങനെ കിടക്കുകയായിരുന്നു. നമ്മളെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു, അവരുടെ വീട്ടിലേക്ക് പോകുന്ന പേടിച്ചിട്ടായിരിക്കും. സത്യം ഞെട്ടിപ്പോയി. ഞങ്ങളിങ്ങനെ അതിൻ്റെ ബൈക്കിലൂടെ ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ഒരു കുര കേട്ടിട്ട് ഞെട്ടിപ്പോയി. ശരിക്കും ഒരു അടിപൊളിയായിരുന്നു. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ പട്ടിയുടെ കുരയെല്ലാം കേട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ചേച്ചി ഇറങ്ങി വന്നു. നമ്മൾ വീഡിയോ എല്ലാം എടുക്കുന്ന കണ്ടിട്ട് ചേച്ചി നട്ടുവെച്ച കുറച്ച് ചെടികളൊക്കെ നമുക്കും പറിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര സന്തോഷമായി. നമ്മളെ കണ്ടിട്ട് ഒരാൾ നമ്മളെ വിളിച്ച് ചെടി തരാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. അങ്ങനെ ആ ഒരു ചേച്ചി നമുക്ക് ആ കോഫി ട്രീ എന്ന് പറയുന്ന അരേലിയ സീ വെറൈറ്റിയിൽ വരുന്ന ഒരു കോഫി ട്രീ നമുക്ക് പറിച്ചു തന്നു. ഭയങ്കര ഹാപ്പിയായി. പിന്നെ നമുക്ക് അടുത്തായിട്ടൊരു സ്പൈഡർ പ്ലാന്റ് കിട്ടി. നല്ല ഭംഗിയായിരുന്നു. നല്ലൊരു മിനിയേച്ചർ സ്പൈഡർ പ്ലാന്റ് എന്ന് പറയാം. നല്ല കുഞ്ഞിതായിട്ടിരിക്കും, നല്ല ക്യൂട്ട് സ്പൈഡർ പ്ലാന്റ് ആയിരുന്നു. പിന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ ഒരു മൊസൈക്ക് പ്ലാന്റ് കിട്ടി. അതവിടെ ചേച്ചി കുറച്ച് നട്ട് വെച്ചത് നമുക്ക് കുറച്ചെടുത്ത് തന്നു. നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് ആ ചേച്ചി നട്ടില്ല ചെടി നമുക്ക് എടുത്ത് തരുന്നത്. നല്ലൊരു ഭംഗിയാണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് നമ്മുടെ ബ്ലഡ് ലീഫ് എന്ന പേരുള്ള ആ ഒരു പ്ലാന്റ് കിട്ടി. ഇതിങ്ങനെ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ്. അത് ശരിക്കും വേരില്ലാതെ തന്നെ നമുക്കിത് പോട്ട് ചെയ്ത് വെക്കാം. പക്ഷെ ഇത് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിങ്ങനെ പറിച്ചെടുത്തത്. പിന്നെ നമുക്ക് നമ്മുടെ ലില്ലി കിട്ടി. ഇതിങ്ങനെ ഏപ്രിൽ ലില്ലി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ലില്ലിയുടെ വെറൈറ്റിയിൽ പെട്ടാൽ നമുക്കറിയാം. അത് നല്ല ഭംഗിയാണ്. ഇത് റെഡ് കളർ ഫ്ലവറൊക്കെ കായ്ക്കും, നല്ല ഭംഗിയാണ്. അത് നമ്മൾ പറിച്ചെടുത്തു. ചേച്ചി പറിച്ചു തന്നു കേട്ടോ, നമ്മൾ പറിച്ചില്ല.
പിന്നെ നമ്മൾ കുറച്ചും കൂടെ നീങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് ഡംകെയിൻ കിട്ടി. ഒരുപാട് സൈസ് ഉണ്ടായിരുന്നു, ചെറിയ സൈസിലും വലിയ സൈസിലും. അപ്പോൾ ഞാൻ ഏറ്റവും ചെറിയ സൈസാണ് പറിച്ചെടുത്തത്. ഒരുപാട് വലുതാണെങ്കിൽ അത്ര ഭംഗി ഉണ്ടായില്ല. അപ്പം ഞാൻ ഇത് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഡംകെയിൻ്റെ വെറൈറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ യൂഫോർബിയാസി എന്ന് പറയുന്ന വെറൈറ്റിയിൽ പെട്ട ഒരു പ്ലാന്റ് കണ്ടു. യൂഫോർബിയാസി ഫാമിലിയിൽ പെട്ടാട്ടോ എന്തോ. ഇതിന് കോപ്പർ ലീഫ് പിന്നെ അതുപോലെ ഫയർ ഡ്രാഗൺ എന്നൊക്കെ പേര് വരുന്നുണ്ട് കേട്ടോ. അതൊരു നല്ലൊരു ഭംഗിയാണ്. ഇതിങ്ങനെ സൺലൈറ്റ് അടിക്കുമ്പോൾ ഇതിൻ്റെ കളർ ഇത്തിരി കൂടെ ഒരു ഓറഞ്ച് കളറൊക്കെ ആയി മാറും, ലൈറ്റ് ഓറഞ്ച് കളറൊക്കെ. പിന്നെ നമ്മൾ സിങ്കോണിയത്തിൻ്റെ വേറൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ. ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് കളറൊക്കെ വന്നിട്ട്, നമ്മൾ ഫസ്റ്റ് കണ്ട സിങ്കോണിയം ഫുൾ ഗ്രീൻ ആയിരുന്നു. ഇത് ഡാർക്കും ഗ്രീനും വൈറ്റും കൂടെ വന്നിട്ടുള്ള ഒരു സിങ്കോണിയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതും ഇങ്ങനെ നിറഞ്ഞൊരു പോട്ടിൽ നിൽക്കുന്നതാണ്, നല്ലൊരു ഭംഗിയാണ്. അത് നമ്മൾ ഒരുപാട് തന്നെ അത്യാവശ്യം നല്ലതുപോലെ കാണുന്ന പ്ലാന്റ്സൊക്കെ അത്യാവശ്യം നല്ലതുപോലെ പറിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് വീട്ടിൽ കൊണ്ടുവരും, പിന്നെ ഒരുപാട് ആളുകൾ പ്ലാന്റ് ചോദിച്ചു വരുമ്പോൾ നമുക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ പറിക്കുന്നുണ്ട്. പിന്നെ നമ്മളുണ്ട് നമ്മുടെ ഗാർഡൻ ക്രോപ്ടൺ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റാണിത്. അങ്ങനെ ഒരുപാട് ചെറിയൊരു ബ്രാഞ്ച് വെച്ച് കൊടുത്താൽ ഇങ്ങനെ നന്നായിട്ട് പെട്ടെന്ന് വളർന്നു വരും കേട്ടോ. പിന്നെ നമ്മൾ കണ്ട ഈ ഒരു പ്ലാന്റ് ആയിട്ട്, ഇതിൻ്റെ നെയിം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, കോട്ടൺ ബീച്ച് എന്നാന്ന് തോന്നുന്നു. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കറക്റ്റ് എനിക്കറിയില്ല. കോട്ടൺ ബീച്ച് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അത് നമ്മൾ പറിച്ചെടുത്തു. ഇതൊക്കെ ഇതിൻ്റെ ബ്രാഞ്ച് മാത്രം പറിച്ചെടുത്താൽ മതി. നമുക്ക് ഇങ്ങനെ ഒടിച്ച് നട്ട് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. പിന്നെ നമ്മൾ കോപ്പർ ലീഫിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി, അധികം ഡാർക്ക് അല്ലാത്ത ഒരു വെറൈറ്റി കണ്ടു കേട്ടോ. അത് നമ്മൾ പറിച്ചെടുത്തു. പിന്നെ നമ്മൾ മണി പ്ലാന്റ് പോലെ അങ്ങനെ കയറി വരുന്ന അതിൻ്റെ വേറൊരു വെറൈറ്റി പ്ലാന്റ് കണ്ടു കേട്ടോ. അതിൻ്റെ നെയിം എനിക്ക് കിട്ടിയില്ല എന്താണെന്നുള്ളത് കറക്റ്റ്. ഫിലോഡെൻഡ്രോണിൻ്റെ വേറെ ഒരു വെറൈറ്റി വെറൈറ്റി. അപ്പം അത് കുറച്ച് പറിച്ചെടുത്ത് നല്ല ഭംഗിയാണ്, നല്ല ലീഫും പ്ലാന്റ്സും ഒക്കെ കേട്ടോ അത്. അങ്ങനെ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ ഹണ്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ അവിടെ ഒരു അടുത്തൊരു വീട് കണ്ടു കേട്ടോ. ആ വീട്ടിൽ നിറയെ ആന്തൂറി കേട്ടോ. ഇങ്ങനെ ഫുൾ അവരുടെ ആ ഒരു കോമ്പൗണ്ട് വാളിൽ ഫുൾ ആന്തൂറി ഇങ്ങനെ നിറയെ നിൽക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പം നമ്മൾ അവിടെ പിടിച്ച് ഈ വീഡിയോ എടുക്കുകയാണ്. ഇത്തിരി ആന്തൂറിയും തരുമോ എന്നൊക്കെ ചോദിച്ചപ്പം അടുത്ത് ഇത്താൻ നല്ല ഹാപ്പിയോടെ നമുക്ക് ആന്തൂറിയം തന്നു കേട്ടോ. ശരിക്കും പ്ലാൻ ഹണ്ടിങ്ങിന് പോയിട്ട് ആന്തൂറിയം ഒക്കെ കിട്ടുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം നമ്മൾ വീടുകളിൽ പോയിട്ട് അങ്ങനെ ചെടി ചോദിക്കാറില്ല. പിന്നെ നമ്മൾ ഇത്രയും കണ്ടപ്പം നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്തോരം വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആന്തൂറിയവും ഒരു 3-4 തന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആന്തൂര്യത്തിനൊക്കെ നല്ല വില പുറത്തുണ്ട്. ഏകദേശം ഒരു 400-500 രൂപയൊക്കെ കേട്ടോ ആന്തൂര്യത്തിൻ്റെ. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം ഇത് നമുക്കിങ്ങനെ ഹണ്ടിങ്ങിന് പോകുമ്പോൾ കിട്ടിയാൽ അടിപൊളിയല്ലേ. പിന്നെ നമുക്ക് ഡ്രസ്സീനയുടെ വെറൈറ്റിയിൽപ്പെട്ട ഒരു നീളമുള്ള ലീഫിൻ്റെ ഒരു വെറൈറ്റി പ്ലാന്റ് കിട്ടി കേട്ടോ. അതിൻ്റെയും ബ്രാഞ്ച് നമ്മൾ ഒടിച്ചെടുത്തു.
പിന്നെ നമുക്ക് നമ്മുടെ ഫിലോഡെൻഡ്രോൺ കിട്ടി കേട്ടോ. വാട്ടർ പ്ലാന്റ് ആണ്, നല്ല ബുഷ് പോലെ നിൽക്കാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് നമ്മൾ പറിച്ചെടുത്തു. അപ്പോൾ നമുക്ക് ഇത്രയും പ്ലാന്റ്സ് ഒക്കെ കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു സ്പോട്ടിൽ പോയിട്ട് തന്നെ 15ഓളം പ്ലാന്റ്സ് കിട്ടി. ഭയങ്കര ഹാപ്പിയായി. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വെറുതെ ജസ്റ്റ് പോയതാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഒരുപാട് പ്ലാന്റ്സ് ഒന്നും കിട്ടില്ല എന്നാണ് വിചാരിച്ചത്. ബട്ട് നല്ല അടിപൊളി പ്ലാന്റ്സ് എല്ലാം കിട്ടി. ഭയങ്കര ഹാപ്പിയാണ്. അപ്പം എന്തായാലും നിങ്ങളും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനത്തെ ഡെസ്റ്റിനേഷനിലൊക്കെ പോയിട്ട് പ്ലാന്റ്സ് ഒക്കെ ഹണ്ട് ചെയ്യുക. ഒരു വേറെ ലെവൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. മീറ്റ് ഓൺ അവർ നെക്സ്റ്റ് വീഡിയോ.